നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ട്രംപിന് തിരിച്ചടി നൽകാൻ ഇന്ത്യ യുഎസിലേക്കുള്ള പോസ്റ്റൽ സർവീസുകൾ താൽക്കാലികമായി അവസാനിപ്പിക്കും. മറ്റന്നാൾ മുതൽ തപാൽ വഴി അയക്കുന്നവയുടെ ബുക്കിംഗ് റദ്ദാക്കും. നടപടി ട്രംപിന്റെ പുതിയ കസ്റ്റംസ് നയങ്ങളെ തുടർന്ന് കത്തുകൾ, രേഖകൾ തുടങ്ങിയവയ്ക്ക് വിലക്കില്ല. അമേരിക്കയ്ക്ക് താൽപര്യമില്ലെങ്കിൽ എണ്ണ ഉത്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങേണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിക്കായി പാർട്ടിക്കുള്ളിലും സമ്മർദ്ദം. തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷയുണ്ടാകുമെന്ന് വി ഡി സതീശൻ. പ്രതിരോധം തീർത്ത് ഷാഫി പറമ്പിൽ. MLA സ്ഥാനം ഒഴിയുന്നത് രാഹുൽ തീരുമാനിക്കട്ടെ എന്ന് ഹൈക്കമാൻഡ്. രാജിവെക്കില്ലെന്ന നിലപാടിൽ രാഹുൽ. ഏറ്റവും കൂടുതൽ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രി എന്ന് പ്രതിപക്ഷം. രാഹുലിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ പുറത്ത്. ധർമ്മസ്ഥല തിരോധാന കേസിൽ വൻ വഴിത്തിരിവ്. വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളി അറസ്റ്റിൽ. ചിന്നയ്യയുടെ വെളിപ്പെടുത്തൽ വ്യാജമെന്ന് അന്വേഷണ സംഘം. മകളെ കാണാനില്ലെന്ന് പറഞ്ഞത് ഭീഷണിയെ തുടർന്നെന്ന് സുജാത ഭട്ട്. BJPക്കെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJPക്ക് ചെയ്യുന്ന ഓരോ വോട്ടും കേരളത്തിന്റെ തനിമ നഷ്ടപ്പെടുത്തുമെന്ന വിമർശനം. ഗാന്ധിക്ക് മുകളിൽ സവർക്കറെ പ്രതിഷ്ഠിച്ച് പുതിയ ചരിത്രമുണ്ടാക്കുകയാണ് സംഘപരിവാർ എന്നും പിണറായി. മുസ്ലിം ലീഗ് മതാത്മകത ഒഴിവാക്കി രാഷ്ട്രീയ പാർട്ടിയാവണമെന്ന് KT ജലീൽ MLA. ലയണൽ മെസ്സിയും സംഘവും കേരളത്തിലേക്ക്. നവംബർ 10-നും 18-നും ഇടയ്ക്ക് നടക്കുന്ന ഫിഫ സൗഹൃദ മത്സരത്തിൽ പങ്കെടുക്കും. സ്ഥിരീകരിച്ച് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. എതിരാളികളെ പിന്നീട് തീരുമാനിക്കും. കേരളത്തിന്റെ കായിക മേഖലയിൽ വലിയ കുതിപ്പുണ്ടാകുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. യുഎസിലേക്കുള്ള പോസ്റ്റൽ സർവീസുകൾ താൽക്കാലികമായി അവസാനിപ്പിക്കുമെന്ന് ഇന്ത്യ. ട്രംപിന്റെ പുതിയ കസ്റ്റംസ് നയങ്ങളെ തുടർന്നാണ് നടപടി. മറ്റന്നാൾ മുതൽ യുഎസിലേക്ക് തപാൽ വഴി അയക്കുന്നവയുടെ ബുക്കിംഗ് റദ്ദാക്കും. അതേസമയം കത്തുകൾ, രേഖകൾ തുടങ്ങിയവയ്ക്ക് വിലക്കില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. യുഎസിന്റെ പാരമ്പര്യത്തിൽ നിന്നുള്ള പ്രകടമായ ചുവടുമാറ്റമാണ് ട്രംപിന്റേതെന്നും മുൻപൊരിക്കലും ഒരു US പ്രസിഡന്റും വിദേശ നയത്തെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്തിട്ടില്ലെന്നും ജയശങ്കർ പറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് എണ്ണയോ ശുദ്ധീകരിച്ച ഉത്പന്നങ്ങളോ വാങ്ങാൻ ആരെയും നിർബന്ധിക്കുന്നില്ലെന്നും താൽപര്യമില്ലെങ്കിൽ വാങ്ങേണ്ടതില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഡൽഹിയിൽ എക്കണോമിക് ടൈംസ് വേൾഡ് ലീഡേഴ്സ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു എസ് ജയശങ്കർ. അമേരിക്കയുടെ പരമ്പരാഗത നയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് ലോകരാജ്യങ്ങളോട് ട്രംപ് പെരുമാറുന്നത്. സ്വന്തം രാജ്യത്തോടുള്ള ഇടപെടൽ പോലും ഇത്തരത്തിലുള്ളതാണ്. പല നയങ്ങളും പൊതുവേദിയിലാണ് ട്രംപ് ആദ്യമായി പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷമാണ് ബന്ധപ്പെട്ട കക്ഷികളെ പോലും അറിയിക്കുന്നത്. We have not had a US president who's conducted foreign policy as publicly as the current one. That itself is a departure. That's not limited to India. ഒരു ബിസിനസ് അനുകൂല അമേരിക്കൻ ഭരണകൂടത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ മറ്റുള്ളവരെ ബിസിനസ് ചെയ്യുന്നതിനെ കുറ്റപ്പെടുത്തുന്നത് തമാശയാണെന്ന് അദ്ദേഹം പറഞ്ഞു. റഷ്യൻ എണ്ണ ഇറക്കുമതി ചൂണ്ടിക്കാട്ടി ഇന്ത്യയെ ആക്രമിക്കുകയാണ് US. എന്നാൽ റഷ്യൻ എണ്ണ ഏറ്റവും അധികം വാങ്ങുന്ന ചൈനയോട് അമേരിക്കയ്ക്ക് ആ സമീപനമല്ല. റഷ്യയുടെ LNG ഇപ്പോഴും ഏറ്റവും അധികം വാങ്ങുന്ന യൂറോപ്യൻ യൂണിയനെതിരെയും അമേരിക്ക മിണ്ടുന്നില്ല. When people say we are funding the war or putting money in the coffers of Putin, India European Union trade is bigger than India Russia trade. So is American money not European money not putting money into Putin's coffers? ഇന്ത്യയിൽ നിന്ന് എണ്ണയോ ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങളോ വാങ്ങുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് വാങ്ങരുത്. ആരും അതിനായി നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. Look, it's funny you have people who work for a pro-business American administration accusing other people of doing business. Okay, that's really curious. But here's the point: if you have a problem buying oil from India, oil or refined products, don't buy it. Nobody forced you to buy it. But Europe buys, America buys. So you don't like it, don't buy it. ഇന്ത്യ US വ്യാപാര ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്ക് ചില ലക്ഷ്മണ രേഖകൾ മറികടക്കാനാവില്ല. കർഷകരുടെയും ചെറുകിട സംരംഭകരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ഇന്ത്യ മുൻഗണന നൽകുന്നത്. ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ സർക്കാർ തയ്യാറല്ല. We have red lines.
red lines are primarily the interests of our farmers and to some extent of our small producers. We as a government are committed to defend the interests of our farmers and our small producers. We are very determined on that. That's not something which we can compromise on. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. താൻ MLA സ്ഥാനം ഒഴിയേണ്ടതില്ലെന്ന നിലപാടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ രാഹുലിന്റെ MLA സ്ഥാനത്തു നിന്നുള്ള രാജിക്കായി സമ്മർദ്ദം മുറുകുന്നതിനിടയിലാണ് നിലപാട് വ്യക്തമാക്കുന്നത്. എന്നാൽ രാഹുലിനെതിരായ ആരോപണങ്ങളിൽ കർശന നടപടി വേണമെന്ന നിർദ്ദേശം ഹൈക്കമാൻഡിൽ നിന്ന് വന്നതിനു ശേഷവും ഇരുട്ടിൽ തപ്പുകയാണ് KPCC. MLA സ്ഥാനം ഒഴിയുന്നത് രാഹുൽ തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. എന്നാൽ കുറ്റം ചെയ്തുവെന്ന് തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷയുണ്ടാകുമെന്ന് VD സതീശൻ പ്രതികരിച്ചു. രാഹുലിന് പ്രതിരോധം തീർത്ത് ഷാഫി പറമ്പിൽ MPയും രംഗത്തെത്തി. താൻ MLA സ്ഥാനം രാജിവെക്കില്ലെന്ന നിലപാട് ഇതിനോടകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞു. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ രാഹുലിന്റെ രാജിക്കായുള്ള സമ്മർദ്ദം മുറുകുന്നതിനിടയിലാണ് രാഹുൽ നിലപാട് ഇന്ന് വ്യക്തമാക്കിയത്. അതേസമയം രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പരിശോധിച്ച് വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിശദീകരിക്കുന്നതിനോടൊപ്പം ചില സൂചനകളും അദ്ദേഹം നൽകുന്നുണ്ട്. തെറ്റു ചെയ്തവരെ സംരക്ഷിക്കില്ലെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ വേറിട്ട മാതൃക പാർട്ടി സൃഷ്ടിക്കുമെന്നുമാണ് അദ്ദേഹം ഇന്ന് പ്രതികരിച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തുമോ എന്ന് VD സതീശൻ ചോദിച്ചു. കോഴിഫാം നടത്തുന്നവരാണ് കോഴിയെ ഉയർത്തി പ്രതിഷേധിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. ഈ കാര്യം ഗൗരവമായി പരിശോധിക്കും, വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ചെയ്യും. അതിൻ്റെ ഒന്നാം ഘട്ടമായി വിത്തിൻ 24 hours ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം രാജിവെച്ചു. ബാക്കി പാർട്ടി അത് പരിശോധിക്കും, അന്വേഷിക്കും. അതിനൊരു പ്രൊസീജിയറുണ്ട്, സിസ്റ്റമുണ്ട്. എന്നിട്ട് നോക്കാം. പിന്നെ ഈ പറയുന്ന ആളുകൾ, ബഹളം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ അവരുടെ കാര്യത്തിൽ അവരെന്താണ് ചെയ്തത് എന്ന് അവരൊരു ആത്മപരിശോധന നടത്തണമല്ലായിരിക്കും. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി പ്രതിരോധം തീർക്കുകയാണ് രാഹുലിന്റെ രാഷ്ട്രീയ ഗുരുവായി കൂടി കണക്കാക്കപ്പെടുന്ന ഷാഫി പറമ്പിൽ MP. രാഹുലിനെതിരെ നിയമപരമായി ഒരു പരാതിയുമില്ല. ആരോപണം ഉയർന്നയുടനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചെന്നും വിഷയത്തിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കിയതാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറയാൻ CPM-നും BJP-ക്കും എന്ത് ധാർമ്മികതയെന്ന് ഷാഫി പറമ്പിൽ ചോദിച്ചു. ഈ വിവാദങ്ങളിലൊന്നും കോൺഗ്രസ് നിർവീര്യമാകില്ലെന്നും ഷാഫി വ്യക്തമാക്കി. ഒരു കോടതി വിധിയോ ഒരു FIR-ഓ അതല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലോ ഒക്കെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ആരോപണ പരിസരം ഉയർന്നപ്പോൾ അതിൽ രാജ്യസന്നദ്ധത പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് തൻ്റെ രാജിയും അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കും സമാന നിലപാട് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് ഇതുവരെ ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്ന് ദീപാദാസ് മുൻഷി പറഞ്ഞു. രാഹുൽ സ്വന്തം നിലപാട് വ്യക്തമാക്കി യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഒഴിഞ്ഞു. MLA സ്ഥാനത്ത് നിന്നും മാറി നിൽക്കേണ്ടതില്ലെന്നും പരാതിയില്ലാത്തതിനാൽ പാർട്ടി അന്വേഷണം നടത്തേണ്ട കാര്യമില്ലെന്നും ദീപാദാസ് മുൻഷി ഇന്ന് പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. 4 മണിയോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനം നടത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് പിന്മാറി. മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലിനെ തുടർന്ന് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചതായാണ് വിവരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നു. MLA ആയതിനു ശേഷമുള്ള സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹതയുണ്ടെന്ന് ഷാഫി പറമ്പിൽ MPക്ക് ഇതിൽ പങ്കുണ്ടെന്നും ആക്ഷേപം. അതേസമയം വിവാദങ്ങൾക്കിടയിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിനായി തമ്മിലടിയും രൂക്ഷമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷ കക്ഷികളിൽ നിന്നും ഉയരുന്നത്. BJP-യുടെയും DYFI-യുടെയും നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അടൂരിലെ വസതിയിലേക്കും പാലക്കാട്ടെ MLA ഓഫീസിലേക്കും പ്രതിഷേധ മാർച്ചുകൾ നടക്കും. അതിനിടയിലാണ് രാഹുലിനും ഷാഫിക്കുമെതിരെ സാമ്പത്തിക ആരോപണങ്ങളും ഉയർന്നു വരുന്നത്. MLA ആയതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടായ സാമ്പത്തിക വളർച്ച പരിശോധിക്കണമെന്നാണ് ഹൈക്കമാൻഡിന് ലഭിച്ച പരാതി. ഇതിൽ ഷാഫി പറമ്പിലിന്റെ പങ്കും അന്വേഷിക്കണമെന്നും പരാതിയിൽ പറയുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടം രാജിവെച്ച യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കോൺഗ്രസ് AI വിഭാഗങ്ങൾ പിടിമുറുക്കിയിട്ടുണ്ട്. നിലവിലെ ഉപാധ്യക്ഷൻ അബിൻ വർക്കി, ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിൽ, KSU മുൻ സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത് എന്നിവരുടെ പേരുകളാണ് സജീവമായി പരിഗണിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്തിയ അബിൻ വർക്കിയെ പ്രസിഡന്റാക്കണമെന്ന് രമേശ് ചെന്നിത്തലയും ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയലിനായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും അഭിജിത്തിന് വേണ്ടി MK രാഘവൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളും രംഗത്തെത്തിയതായാണ് വിവരം. യൂത്ത് കോൺഗ്രസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലും സംസ്ഥാന സമിതി പ്രവർത്തകർക്കിടയിലെ അഭിപ്രായ വ്യത്യാസം പുറത്തു വന്നിരുന്നു. അതേസമയം 1 വർഷം അവശേഷിക്കുന്ന അധ്യക്ഷ സ്ഥാനത്തേക്ക് വനിതാ നേതാവിനെ കൊണ്ടുവന്ന് പ്രശ്നപരിഹാരത്തിനും ശ്രമം നടക്കുന്നുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച തൃശൂരിൽ തൊട്ടിൽ കെട്ടി പ്രതിഷേധിച്ചു. പടിഞ്ഞാറേക്കോട്ടയിലെ കെ കരുണാകരൻ പ്രതിമയ്ക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കോൺഗ്രസിന്റെ എല്ലാ ഓഫീസുകളിലും തൊട്ടിലുകൾ കെട്ടേണ്ട അവസ്ഥയെന്ന് മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മഹിളാ മോർച്ച സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊട്ടിൽ കെട്ടി പ്രതിഷേധം നടത്തിയത്. മുദ്രാവാക്യത്തോടൊപ്പം താരാട്ടുപാടി തൊട്ടിലാട്ടിയും പ്രതിഷേധിച്ചു. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇരകൾ പറയുന്ന പരാതി VD സതീശൻ അച്ഛനെ പോലെ കേട്ടിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ കയറൂരി വിടില്ലായിരുന്നുവെന്ന് നവ്യ ഹരിദാസ് പറഞ്ഞു. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പോലും തെക്കിലിറങ്ങി നടക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് ഇന്ന് നമ്മുടെ നാടിനെ തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള കോൺഗ്രസ് നേതൃത്വം. സാധാരണ നമ്മുടെ പ്രദേശത്തുള്ള ഒരു പരാതി എന്ന് പറയുന്നത് തെരുവ് നായ്ക്കളുടെ ആക്രമണം മൂലം നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ അതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ സൂചനയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വളർത്തിയെടുക്കുന്ന യുവനേതാക്കളെ പേടിച്ചുകൊണ്ട് ഇന്ന് സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യം ആസന്നമായിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം പാർട്ടി ചുമതലയിൽ ഇരുന്നാലും ഇല്ലെങ്കിലും മഹിളാ മോർച്ചയ്ക്ക് പ്രശ്നമില്ല. പാലക്കാട് MLA എന്ന നിലയിൽ ഒരു നിമിഷം പോലും തുടരാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അർഹതയില്ലെന്നും നവ്യ ഹരിദാസ് കൂട്ടിച്ചേർത്തു. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ശീതൽ രാജ അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി അഞ്ജന രഞ്ജിത്ത്, BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ സിനി മനോജ്, RC ബീന, ശ്രീജ C നായർ തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, തൃശൂർ. രാഹുലിനെതിരെ യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സന്ദേശം. തനിക്കറിയാവുന്ന 2 വനിതാ KSU പ്രവർത്തകർക്ക് രാഹുൽ അശ്ലീല മെസ്സേജ് അയച്ചു. അവർ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചുവെന്നും തെറ്റിനെ ന്യായീകരിക്കരുതെന്നും സന്ദേശത്തിൽ പറയുന്നു. ജില്ലാ സെക്രട്ടറി ആഷിഖ് കരോട്ട് ഉൾപ്പെടെയുള്ളവരുടെയാണ് വിമർശനം. ജില്ലാ ഭാരവാഹികളിൽ 70% പേർക്കും പരിചയമുള്ള പെൺകുട്ടികൾക്ക് രാഹുലിൽ നിന്ന് മോശം അനുഭവമെന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് ചെറിയാൻ ജോർജും പറഞ്ഞു. ഇത്ര വൃത്തികെട്ടവനെ എന്തിനാണ് നമ്മൾ ചുമക്കുന്നതെന്നും വാട്സ്ആപ്പ് സന്ദേശത്തിൽ ചോദിക്കുന്നു. ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. എനിക്കറിയാവുന്ന, പേഴ്സണലി അറിയാവുന്ന 2 പെൺകുട്ടികളുണ്ട്. പ്രസിഡന്റ് ഈ പറഞ്ഞ പോലെ മെസ്സേജ് അയച്ച കേസ് ഒക്കെ പറഞ്ഞു നടന്ന പെൺപിള്ളേരൊക്കെ തന്നെയാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി അറിയാവുന്ന 2 പേരുണ്ട് ഈ തരത്തിൽ മെസ്സേജ് അയച്ച് അവർ ഫസ്റ്റ് ടൈമിൽ തന്നെ ഒഴിവാക്കി വിട്ട് അവർ 2 പാർട്ടി പ്രവർത്തനം നിർത്തിപ്പോയി. ഇതൊക്കെ പറഞ്ഞ് നടന്നിരുന്ന പെൺപിള്ളേരാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനത്തെ സാധനം ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തെറ്റ് ചെയ്ത് ന്യായീകരിക്കലല്ല ഇവിടെ ഉള്ളൊരു പണി. അതിനോട് ആർക്കും സമയമില്ല. അല്ലെന്നേ, നമ്മളൊക്കെ എത്ര പാടുപെട്ടാണ് നമ്മൾ അത്യാവശ്യം ഒരു വലിയ ക്ലീൻ ഇമേജ് എന്നൊന്നും പറയില്ല, അത്യാവശ്യം ഒരു ക്ലീൻ ഇമേജും വെച്ചുകൊണ്ട് നടക്കുന്നത് എത്ര പാടുപെട്ട. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരുത്തൻ ഏറ്റവും മെനേഡ് കാണിച്ചിട്ട് പിന്നെ അവനെ നമുക്ക് ന്യായീകരിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് മാറുകയാണ്. നിങ്ങൾ പറഞ്ഞ കാര്യം പേഴ്സണലായിട്ട് അറിയാവുന്ന 2 പെൺകുട്ടികളും നിങ്ങൾ പറഞ്ഞു. ഈ ഗ്രൂപ്പിലുള്ള ഒരു 70% ആളുകൾക്കും പരിചയമുള്ള പെൺകുട്ടികൾക്ക് ഇങ്ങനത്തെ പരാതികൾ ഉണ്ടാവും. മറ്റു വാർത്തകൾ നോക്കാം. ധർമ്മസ്ഥല തിരോധാന കേസിൽ വഴിത്തിരിവ്. വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളി അറസ്റ്റിൽ. ചിന്നയ്യയുടെ വെളിപ്പെടുത്തൽ വ്യാജമെന്ന് അന്വേഷണ സംഘം. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന കേസിലാണ് വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. ശുചീകരണ തൊഴിലാളി ചിന്നയ്യയുടേത് വ്യാജ വെളിപ്പെടുത്തലുകളാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വ്യാജ പരാതി നൽകൽ, അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കർണാടക ആഭ്യന്തരമന്ത്രി G പരമേശ്വര അറസ്റ്റ് സ്ഥിരീകരിച്ചു. ബെൽത്തങ്കിരി SIT ഓഫീസിലാണ് ഇയാൾ നിലവിലുള്ളത്. ധർമ്മസ്ഥലയിൽ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും അടക്കം 100ഓളം മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് ക്ഷേത്രം മുൻ ശുചീകരണ തൊഴിലാളിയാണ് വെളിപ്പെടുത്തിയത്. ധർമ്മസ്ഥലയിലെ വിവിധയിടങ്ങളിൽ തന്നെ ഭീഷണിപ്പെടുത്തി നിരവധി മൃതദേഹങ്ങൾ മറവു ചെയ്യാൻ നിർബന്ധിച്ചുവെന്നാണ് ഇയാൾ ആരോപിച്ചത്. ഇതിനു പിന്നാലെ 2 പതിറ്റാണ്ടുകളായി നഗരത്തിൽ നടന്ന കൊലപാതകം, ബലാത്സംഗം, നിയമവിരുദ്ധമായ ശവസംസ്കാരങ്ങൾ എന്നിവയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യമുയർന്നു. ഇതോടെയാണ് സർക്കാർ SIT രൂപീകരിച്ചത്. ഇതിനോടകം അന്വേഷണ സംഘം 16 സ്ഥലങ്ങൾ കുഴിച്ച് പരിശോധന നടത്തി 2 അസ്ഥികൂട അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾക്കായുള്ള 2 ആഴ്ച നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിൽ കണ്ടെത്തിയ
2 അസ്ഥികൂട ഭാഗങ്ങൾ ശാസ്ത്രീയ പരിശോധന നടത്തിയെങ്കിലും തെളിവുകൾ ലഭിക്കാത്തതിനാൽ തിരച്ചിൽ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയായിരുന്നു. തുടർന്ന് വെളിപ്പെടുത്തൽ നടത്തിയ ചിന്നയ്യയെ വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് ആരോപണങ്ങൾ വ്യാജമെന്ന് വ്യക്തമായത്. പിന്നാലെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അതിനിടെ മകളെ ധർമ്മസ്ഥലയിൽ വെച്ച് കാണാതായി എന്ന് പറഞ്ഞത് ഭീഷണിയെ തുടർന്നെന്ന വെളിപ്പെടുത്തലുമായി സുജാത ഭട്ടും രംഗത്തെത്തി. തനിക്ക് അനന്യ ഭട്ട് എന്നൊരു മകളില്ലെന്നും ഇവർ വെളിപ്പെടുത്തി. സുജാത ഭട്ടിനോട് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ SIT ആവശ്യപ്പെട്ടെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഹാജരാകാൻ കഴിയില്ലെന്ന് ഇവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കേരളത്തിൽ BJP ഭരണം പിടിക്കുമെന്ന അമിത്ഷായുടെ പ്രഖ്യാപനത്തെ കരുതിയിരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അടുക്കളയിൽ കയറി എന്താണ് പാചകം ചെയ്യുന്നതെന്ന് നോക്കാൻ BJPക്ക് അവസരം കൊടുക്കണോ എന്ന കാര്യം ചിന്തിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചിയിലെ വിവിധ പരിപാടികളിലും മുഖ്യമന്ത്രി പങ്കെടുത്തു. ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയില്ലാതെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമുള്ള സംസ്ഥാനമാണ് കേരളമെന്നായിരുന്നു BJPക്കുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി. കേരളത്തിൽ അധികാരത്തിലെത്തുമെന്ന് BJP ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അപകടകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJPക്ക് ചെയ്യുന്ന ഓരോ വോട്ടും ഈ കേരളത്തിൻ്റെ പ്രത്യേകതകൾ തകർക്കാനാണ് ഇടയാക്കിയത്. മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. കേരളത്തിൽ തന്നെ വന്നു നിന്ന് ഈ പ്രഖ്യാപനം അമിത്ഷാ നടത്തിയിരിക്കുകയാണ്. ആ ഗൗരവത്തോടെ അതിനെ സമീപിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. KSEBയെ സ്വകാര്യവൽക്കരിക്കാൻ സമ്മർദ്ദമുണ്ടായിട്ടും നടപ്പാക്കാത്തതിന് കാരണം LDFന് വ്യക്തമായ കാഴ്ചപ്പാടുള്ളതിനാലാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതേസമയം വൻകിട പദ്ധതികൾ കേരളത്തിന് ആഗോളതലത്തിൽ ഉറച്ച സ്ഥാനം നൽകുമെന്ന് അദാനി ലോജിസ്റ്റിക്സ് പാർക്കിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. നമ്മുടെ സംസ്ഥാനത്തെ വ്യാവസായിക വളർച്ചയുടെയും ആഗോള ബന്ധങ്ങളുടെയും പുതിയ അധ്യായമാണ് ഇവിടെ തുറക്കുന്നത്. കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിനും വ്യാവസായിക ഭാവിക്കും ശക്തമായ അടിസ്ഥാനമൊരുക്കുന്നതിനുള്ള ഒരു മഹത്തായ ചുവടുവെപ്പാണ് ഈ ലോജിസ്റ്റിക്സ് പാർക്ക് പദ്ധതി. കൊച്ചി പോർട്ട് ട്രസ്റ്റ് മുൻ ചെയർമാനും റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥനുമായ N. രാമചന്ദ്രൻ രചിച്ച നോട്ട്സ് ഫ്രം വില്ലിംഗ്ടൺ ഐലൻഡ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കേരളം വികസനത്തിന്റെയും പുരോഗതിയുടെയും പുതിയ തലത്തിലൂടെ മുന്നേറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. സിയാൽ ബോർഡ് യോഗത്തിലും കേരള ഏവിയേഷൻ സമ്മിറ്റിലും മുഖ്യമന്ത്രി പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. ഇന്ത്യയിൽ ജനാധിപത്യം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും ഇലക്ഷൻ കമ്മീഷനെ അതിന്റെ ഭാഗമാക്കുന്നതായും പുതിയ സാഹചര്യത്തിൽ സംശയിക്കേണ്ടി വരുന്നതായി ഡോക്ടർ KT ജലീൽ MLA ജിദ്ദയിൽ പറഞ്ഞു. മുസ്ലിം ലീഗ് മതാത്മകത ഒഴിവാക്കി രാഷ്ട്രീയ പാർട്ടി ആവണമെന്നും ജലീൽ ജിദ്ദയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെ വർത്തമാന സാഹചര്യങ്ങളിൽ ഇന്ത്യൻ ജനാധിപത്യം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി സംശയിക്കേണ്ടി വരുന്നതായി ഡോക്ടർ KT ജലീൽ MLA ജിദ്ദയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള സംശയം ശക്തിപ്പെട്ടു വരികയാണ്. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാക്കിയിട്ടുള്ള വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെയാണ് വെട്ടിമാറ്റിയിരിക്കുന്നത്. NRC നടപ്പിലാക്കാൻ നല്ലൊരു അവസരമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇന്ത്യ ഗവൺമെൻറ് ഉപയോഗിക്കുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എത്ര കണ്ട് അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇത്തരം ശ്രമങ്ങളെ ദുർബലപ്പെടുത്താൻ അടിയന്തരാവസ്ഥ കാലത്തെ പോലെ എല്ലാവരും ഒരുമിച്ച് പ്രക്ഷോഭ പരിപാടികൾ ഉണ്ടാവേണ്ടതുണ്ടെന്ന് ജലീൽ വ്യക്തമാക്കി. അടിയന്തരാവസ്ഥക്കെതിരായി രാജ്യത്ത് ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികൾ ഒരുമിച്ചതുപോലെ അന്ന് നടന്ന പ്രക്ഷോഭങ്ങൾക്ക് അനുസൃതമായ വലിയ പ്രക്ഷോഭ പരിപാടികൾ രാജ്യത്ത് ഉരുത്തിരിഞ്ഞു വരേണ്ടതിൻ്റെ പ്രാധാന്യത്തിലേക്കാണ് പുതിയ സാഹചര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. കേരളത്തിൽ ഒരുമിച്ച് നിൽക്കുന്നതിന് പകരം ഇടതുപക്ഷത്തെയും മുഖ്യമന്ത്രിയെയും അങ്കിയാക്കാനുള്ള ശ്രമങ്ങളാണ് മുസ്ലിം ലീഗും വെൽഫെയർ പാർട്ടിയും നടത്തുന്നതെന്ന് ജലീൽ ആരോപിച്ചു. മതനിരപേക്ഷ ബോധം ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തെ വർഗീയ ചാപ്പകുത്തി സംഘികളാണ് എന്ന് മുദ്രയടിക്കാൻ കൊടിയ ശ്രമമാണ്
മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെ മാതൃസംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് അഭിപ്രായമില്ല. എന്നാൽ ലീഗ് മതാത്മകത ഒഴിവാക്കി CHന്റെ കാലത്തെ പോലെ രാഷ്ട്രീയ പാർട്ടി ആവണമെന്നും ജലീൽ അഭിപ്രായപ്പെട്ടു. മാഷ് പറഞ്ഞല്ലോ മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയല്ല. അപ്പൊ ഗോവിന്ദൻ മാഷിന്റെ അഭിപ്രായം തന്നെ നമുക്ക് എടുക്കാമല്ലോ. അതിന്റെ അഭിപ്രായമായിട്ട് കൂട്ടിക്കോളൂ. ലീഗിന് CHന്റെ കാലത്തെ രാഷ്ട്രീയമായിട്ടുള്ള സ്വഭാവം നിലനിർത്താൻ സാധിക്കുന്നില്ല. സുൽഫിഖുറദായ്, അമൃത ന്യൂസ്, ജിദ്ദ. കേസുകളിൽ പ്രതികളാകുകയും രാജ്യം വിട്ടു പോകുകയും ചെയ്ത ചില കുവൈറ്റ് പൗരന്മാരെ തിരികെ കൊണ്ടുവരാൻ കുവൈറ്റ് അന്താരാഷ്ട്ര തലത്തിൽ ശ്രമങ്ങൾ ആരംഭിച്ചു. വിവിധ രാജ്യങ്ങളിലെ അധികൃതരുമായി ചേർന്നാണ് ഈ നീക്കങ്ങൾ നടക്കുന്നത്. പ്രതികളെ കൈമാറാനുള്ള 4 നടപടിക്രമങ്ങൾ സർക്കാർ വൃത്തങ്ങൾ വിശദീകരിച്ചു. പ്രതിയുടെ സ്ഥാനം കണ്ടെത്തുക, കൈമാറ്റത്തിനുള്ള അപേക്ഷ സമർപ്പിക്കുക, നീതിപീഠത്തിന്റെ അവലോകനം, പബ്ലിക് പ്രോസിക്യൂഷന്റെ പങ്ക് എന്നിവയാണ് 4 ഘട്ടങ്ങൾ. UN അഴിമതി വിരുദ്ധ കൺവെൻഷൻ, സംഘടിത കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള കൺവെൻഷൻ, പരസ്പര സഹായ തത്വം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികൾ സ്വീകരിക്കുന്നത്. ഒരു രാജ്യം കുവൈറ്റുമായി സഹകരിച്ചാൽ സമാനമായ കേസുകളിൽ കുവൈറ്റും അവരുമായി സഹകരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. വിദേശത്തേക്ക് കടത്തിയ പണം തിരിച്ചുപിടിക്കാനുള്ള നടപടികളും ആരംഭിച്ചു. കുവൈറ്റിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഭ്യത കുറഞ്ഞതോടെ ലഹരിക്കടിമകളായവർ പുതിയ പ്രവണതയായി ഫ്ലൂറസൻ ട്യൂബ് ലൈറ്റുകൾ പൊട്ടിച്ച് അതിലെ കെമിക്കൽ ഉപയോഗിക്കുന്നുവെന്ന് റിപ്പോർട്ട്. പ്രാദേശിക പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഫോസ്ഫർ എന്നറിയപ്പെടുന്ന പൊടി ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം ചെയ്യുന്നവർക്കിടയിൽ മിഥ്യകളും തെറ്റായ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഉപയോഗിക്കാൻ ആരംഭിച്ചതായാണ് റിപ്പോർട്ട്. മയക്കുമരുന്നിന് പകരമായി ഈ രീതി ഉപയോഗശൂന്യമാണെന്ന് മാത്രമല്ല മാരകവുമാണെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. തലച്ചോറിനും വൃക്കകൾക്കും നാഡീവ്യവസ്ഥയ്ക്കും കേടുപാടുകൾ വരുത്തുന്ന വിഷാംശമുള്ള ഒരു ഖനലോഹമായ മെർക്കുറി ട്യൂബ് ലൈറ്റുകളിൽ അടങ്ങിയിട്ടുണ്ട്. ഈ പൊടി ശ്വസിക്കുകയോ വിഴുങ്ങുകയോ ചെയ്യുന്നത് വിഷബാധ, അപസ്മാരം, മരണം എന്നിവയ്ക്ക് കാരണമാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. കുവൈറ്റിൽ കലാസൃഷ്ടികളിൽ സൈനിക സുരക്ഷാ യൂണിഫോമുകളോ ചിഹ്നങ്ങളോ ഉപയോഗിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് മുൻകൂർ അനുമതി നിർബന്ധമാണെന്ന് കുവൈറ്റിലെ വിവര മന്ത്രാലയം. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും നടപടിക്രമങ്ങളും എല്ലാ നാടക കലാസൃഷ്ടികളുടെ നിർമ്മാതാക്കളും പാലിക്കണമെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. കലാ സാംസ്കാരിക രംഗങ്ങളെ സമ്പന്നമാക്കുന്ന ദേശീയ കലാസൃഷ്ടികളെ പിന്തുണയ്ക്കുന്നതിൽ മന്ത്രാലയം പ്രതിജ്ഞാബദ്ധമാണ്. അതോടൊപ്പം എല്ലാ മാധ്യമ കലാപരമായ സൃഷ്ടികളിലും ദേശീയവും തൊഴിൽപരവുമായ ഉത്തരവാദിത്തം ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ ആവശ്യകതയും മന്ത്രാലയം എടുത്തു പറഞ്ഞു. സൗദി വനിതകളിൽ 35.8% പേർ അവിവാഹിതകളാണെന്ന് ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട്. 52.8% പേർ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടില്ലെന്നും ഏറ്റവും പുതിയ സ്ഥിതിവിവര കണക്കുകൾ സൂചിപ്പിക്കുന്നു. 47.2% പേർ കുഞ്ഞുങ്ങളെ പ്രസവിച്ചവരാണെന്നും അതോറിറ്റി പുറത്തിറക്കിയ സൗദി വനിതാ റിപ്പോർട്ട് 2024 പറയുന്നു. പ്രത്യുത്പാദന പ്രായത്തിലുള്ള വിവാഹിതരായ സൗദി സ്ത്രീകളിൽ 31.1% പേർ കുടുംബാസൂത്രണത്തിന്റെ ഏതെങ്കിലും രീതി ഉപയോഗിക്കുന്നു. 68.9% പേർ കുടുംബാസൂത്രണത്തിന്റെ ഒരു രീതിയും ഉപയോഗിക്കുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സൗദി വനിതകളുടെ ശരാശരി പ്രത്യുത്പാദന നിരക്ക് 2.7%. രാജ്യത്തെ മൊത്തത്തിലുള്ള ശരാശരി ഫെർട്ടിലിറ്റി നിരക്ക് 2%. സൗദിയിൽ വാഹനാപകടത്തിൽ 2 ഇന്ത്യക്കാർ മരിച്ചു. റിയാദ് ദമാം ഹൈവേയിൽ ഉറൈറയ്ക്കടുത്തുണ്ടായ വാഹനാപകടത്തിലാണ് തമിഴ്നാട് ചെന്നൈ സ്വദേശി ഷാസിബ് അഹമ്മദ് മുഹമ്മദ്, ഹൈദരാബാദ് സ്വദേശിയായ ഷഹബാസ് മഹജൂബ് അലി ഷെയ്ഖ് എന്നിവർ മരിച്ചത്. ഇവർ ഓടിച്ചിരുന്ന കാറ് റോഡ് എക്സ്കവേറ്ററിന് പിന്നിലിടിച്ചാണ് അപകടമുണ്ടായതെന്ന് സുഹൃത്തുക്കൾ അറിയിച്ചു. ഒരു സ്വകാര്യ ഇലക്ട്രിക്കൽ ആൻഡ് കോൺട്രാക്ടിംഗ് കമ്പനിയിലെ ജീവനക്കാരാണിവർ. മൃതദേഹം അൽകോബാർ തുക്ബ ഖമർസ്ഥാനിൽ മറവു ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ ചൂടുപിടിച്ച ബീഹാറിലെ രാഷ്ട്രീയം. ആരോപണ പ്രത്യാരോപണങ്ങളുമായി കളം നിറയുകയാണ് കോൺഗ്രസും BJPയും. പള്ളികൾ മാത്രം രാഹുൽ ഗാന്ധി സന്ദർശിക്കുന്നു എന്നതാണ് BJPയുടെ ആരോപണം. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തിന്റെ ഭാഗമായി വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കൂടുതൽ ഇടപെടൽ നടത്താൻ തയ്യാറെടുക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. 2024 കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് പ്രഖ്യാപിച്ചു. ടൊവിനോ തോമസ് ആണ് മികച്ച നടൻ. നസ്രിയ നസീം, റിമ കല്ലിങ്കൽ എന്നിവരാണ് മികച്ച നടിമാർ. രണ്ടാമത്തെ മികച്ച നടൻ സൈജു കുറുപ്പാണ്. മികച്ച ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. ബസ് ഡയറക്ടർ സേതുലക്ഷ്മി. മികച്ച തിരക്കഥ ഫാമിലി ചിത്രം. മികച്ച അന്യഭാഷാ ചിത്രം അമരൻ. സൂക്ഷ്മദർശിനിയാണ് മികച്ച രണ്ടാമത്തെ ചിത്രം. മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ മെസ്സിയുടെ അർജന്റീന ടീം കേരളത്തിലേക്ക് എത്തുമെന്ന് സ്ഥിരീകരണം. നവംബർ 10-നും 18-നും ഇടയിൽ മെസ്സി ഉൾപ്പെടുന്ന ടീം സൗഹൃദ മത്സരത്തിനായി കേരളത്തിലേക്ക് എത്തുമെന്നാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. എതിർ ടീമിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല.
മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ടീം കേരളത്തിൽ സൗഹൃദ മത്സരം കളിക്കാൻ എത്തുമോ എന്ന കാര്യത്തിൽ കഴിഞ്ഞ ഏതാനും മാസമായി തുടർന്നു വന്ന അനിശ്ചിതത്വത്തിനാണ് ടീം കേരളത്തിലേക്ക് എത്തുമെന്ന അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രഖ്യാപനത്തോടെ വിരാമമാകുന്നത്. നവംബർ 10-നും 18-നും ഇടയിൽ അർജന്റീന ടീം കേരളത്തിൽ സൗഹൃദ മത്സരം കളിക്കുമെന്നാണ് സ്ഥിരീകരണം. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ എതിരാളികൾ ആരെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. മെസ്സിയും ടീമും കേരളത്തിലേക്ക് എത്തുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനാണ് നേരത്തെ പ്രഖ്യാപിച്ചത്. തുടർന്ന് ഇന്ത്യയിലേക്കുള്ള ടീമിന്റെ വരവിൽ തീരുമാനമായെങ്കിലും കേരളത്തിലേക്ക് എത്തില്ലെന്ന് വ്യാപക പ്രചാരണം നടന്നു. ടീം കേരളത്തിലേക്ക് എത്തുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രഖ്യാപനം വന്നതോടെ മെസ്സി ആരാധകരും ആവേശത്തിലാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മെസ്സി നവംബറിൽ തന്നെ സംസ്ഥാനത്തെത്തുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. ഗ്രൗണ്ടിന്റെ കാര്യത്തിൽ ആശങ്കയില്ല. ഫിഫ റാങ്കിങ്ങിലുള്ള ടീം എതിർ ടീമായി എത്തും. കേരളത്തിന്റെ കായിക മേഖലയിൽ വലിയ കുതിപ്പുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.